സ്വമേധയാ ഗാസ വിടാൻ ആഗ്രഹിക്കുന്ന പലസ്തീനികൾക്കായി പ്രത്യേക പദ്ധതി തയ്യാറാക്കാൻ ഇസ്രയേലി സേനയ്ക്ക് ഇസ്രയേലി പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് നിർദ്ദേശം നൽകി. പലസ്തീനികളെ പുറത്താക്കി ഗാസ മുനമ്പ് ഏറ്റെടുത്ത കടൽ തീര സുഖവാസ കേന്ദ്രം സ്ഥാപിക്കാൻ അമേരിക്ക ആഗ്രഹിക്കുന്നുവെന്ന് US പ്രസിഡന്റ് ട്രംപ് പറഞ്ഞതിന് പിന്നാലെയാണ് ഇസ്രയേലിന്റെ നീക്കങ്ങൾ. കര, കടൽ, വായു മാർഗങ്ങളിലൂടെ ഗാസ വിടാൻ പലസ്തീനികൾക്ക് അവസരമൊരുക്കുന്ന പദ്ധതിയാണ് തന്റേതെന്ന് ഇസ്രയേലി പ്രതിരോധ മന്ത്രി വിശദീകരിച്ചു. ഗാസ വിടാനുള്ള സ്വാതന്ത്ര്യം പലസ്തീനികൾക്ക് നൽകണം. അവർ മറ്റു രാജ്യങ്ങളിൽ കുടിയേറട്ടെ. ഹമാസ് ഭീകരർ ഗാസ നിവാസികളെ തടവിലിട്ടിരിക്കുകയാണ്. ഗാസയ്ക്കുള്ള സഹായധനം ഹമാസ് കൊള്ളയടിക്കുന്നു. ഗാസയിലെ ഇസ്രയേലി സൈനിക നടപടികളെ എതിർക്കുന്ന സ്പെയിൻ, അയർലൻഡ്, നോർവേ പോലുള്ള രാജ്യങ്ങൾ പലസ്തീനികളെ സ്വീകരിക്കണം. ഇസ്രയേലിനെതിരെ വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ഈ രാജ്യങ്ങൾക്ക് ഗാസ നിവാസികളെ സ്വീകരിക്കാനുള്ള ബാധ്യതയുണ്ടെന്നും ഇസ്രായേൽ കാറ്റ്സ് കൂട്ടിച്ചേർത്തു. ഇസ്രയേലി പ്രതിരോധ മന്ത്രിയോട് രൂക്ഷമായ ഭാഷയിലാണ് സ്പെയിൻ പ്രതികരിച്ചത്. ഗാസ ജനതയുടെ ഭൂമിയാണ് ഗാസയെന്നും അത് ഭാവി പലസ്തീൻ രാഷ്ട്രത്തിന്റെ ഭാഗമാണെന്നും സ്പാനിഷ് വിദേശകാര്യമന്ത്രി ഹോസെ മാനുവൽ അൽബാരസ് പറഞ്ഞു. ചൊവ്വാഴ്ച ഇസ്രയേലി പ്രധാനമന്ത്രി നെതന്യാഹുവിനൊപ്പം നടത്തിയ പത്രസമ്മേളനത്തിലാണ് ട്രംപ് വിവാദ നിർദ്ദേശം മുന്നോട്ടുവച്ചത്. ലോകശക്തികളായ റഷ്യ, ചൈന മുതലായവരും അമേരിക്കൻ സഖ്യകക്ഷികളായ ഫ്രാൻസ്, ബ്രിട്ടൻ, ജർമ്മനി, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളും ട്രംപിന്റെ ആശയം അംഗീകരിക്കാനാവില്ലെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അറബ് രാജ്യങ്ങളും ശക്തമായി തന്നെ ഇതിനെ എതിർത്തു. സൈനിക അധിനിവേശം നടക്കുന്ന സ്ഥലത്ത് നിന്ന് ജനങ്ങളെ പുറത്താക്കുന്നത് ജനീവ കൺവെൻഷൻ പ്രകാരം യുദ്ധക്കുറ്റമാണെന്ന് നിയമവിദഗ്ധരും ചൂണ്ടിക്കാട്ടി. പലസ്തീനികൾക്ക് ഗാസ വിടാൻ താൽപര്യമില്ലെന്ന് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇസ്രയേൽ രൂപവൽകൃതമായ 1948 അവസ്ഥ തങ്ങൾക്കുണ്ടാകുമെന്ന് ഗാസ നിവാസികൾ ഭയക്കുന്നു. അന്ന് ഇസ്രയേലി സേന പുറത്താക്കിയ 7 ലക്ഷം പലസ്തീനുകളിൽ വളരെ കുറച്ചുപേർക്ക് മാത്രമേ സ്വഭൂമിയിൽ തിരിച്ചെത്താൻ കഴിഞ്ഞുള്ളൂ. അതേസമയം ഗാസ മുൻപ് അമേരിക്ക ഏറ്റെടുക്കുമെന്ന് ആവർത്തിച്ച പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തുണ്ട്. പോരാട്ടത്തിനൊടുവിൽ ഇസ്രയേൽ ഗാസ അമേരിക്കയ്ക്ക് കൈമാറുമെന്ന് ട്രംപ് തന്റെ സാമൂഹിക മാധ്യമമായ ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. ഗാസയുടെ പുനർനിർമ്മാണത്തിന് US സൈന്യത്തെ അയക്കേണ്ടി വരില്ലെന്നും ട്രംപ് അറിയിച്ചു. പലസ്തീനികളെ ഇതിനകം തന്നെ മേഖലയിൽ കൂടുതൽ സുരക്ഷിതവും മനോഹരവുമായ പ്രദേശങ്ങളിൽ പുതിയതും ആധുനികവുമായ വീടുകളോടെ പുനരധിവസിപ്പിക്കുമായിരുന്നു. അവർക്ക് സന്തോഷത്തോടെ സുരക്ഷിതവും സ്വതന്ത്രവുമായിരിക്കാനാണ് ആഗ്രഹിക്കുന്നതെന്നും അതിന് അവസരം ലഭിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ലോകമെമ്പാടുമുള്ള മികച്ച സംഘങ്ങളുമായി ചേർന്ന് ഭൂമിയിലെ ഏറ്റവും വലുതും അതിശക്തവുമായ വികസിത പ്രദേശമായി മാറുന്ന ഒന്നിന്റെ നിർമ്മാണം US ആരംഭിക്കും. മേഖലയിൽ സ്ഥിരത ഉറപ്പാക്കുമെന്നും ട്രംപ് കുറിച്ചു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ US സന്ദർശനത്തിനിടെ വൈറ്റ് ഹൌസിൽ ഇരുവരും ചേർന്ന് നടത്തിയ പത്രസമ്മേളനത്തിലാണ് ഗാസ ഏറ്റെടുത്ത് പുനർനിർമ്മിക്കാൻ തങ്ങൾ തയ്യാറാണെന്ന് ട്രംപ് ആദ്യമായി പ്രഖ്യാപിച്ചത്. ഗാസയിൽ നിലവിലുള്ള പലസ്തീനികൾ അവിടം വിട്ട് ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോയിക്കോട്ടെ. ഗാസയെ സമ്പൂർണ്ണമായി പുനർനിർമ്മിക്കാം. ഗാസയ്ക്കുമേൽ ദീർഘകാല അടിസ്ഥാനത്തിലുള്ള ഉടമസ്ഥാവകാശമാണ് US ലക്ഷ്യമിടുന്നത് എന്നായിരുന്നു ട്രംപിന്റെ വാക്കുകൾ. എന്നാൽ ട്രംപിന്റെ പ്രഖ്യാപനത്തെ തള്ളി പലസ്തീൻ ജനതയും ഗാസ നിവാസികളും രംഗത്തെത്തിയിരുന്നു. തങ്ങളുടെ ജനതയുടെ അവകാശത്തിന്മേലുള്ള കടന്നുകയറ്റം അനുവദിക്കാൻ കഴിയില്ലെന്ന് പലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസും വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.